ഹലോ, ഇന്ന് ഞാൻ വന്നത് ഒരു വലിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്നല്ലേ, നമ്മുടെ മലയാളി പയ്യൻ വേൾഡ് റെക്കോർഡ് എടുത്തു ക്രിക്കറ്റിൽ. പലരും അറിഞ്ഞ് കാണത്തില്ല. സംഭവം എന്താണെന്നറിയാമോ? വിഘ്നേഷ് പുത്തൂർ ലിസ്റ്റ് എ മാച്ചിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചസ് എടുക്കുന്ന വ്യക്തിയായിട്ട് മാറിയിരിക്കുക. ഒരു മാച്ചിൽ വിഘ്നേഷ് പുത്തൂർ എടുത്തിരിക്കുന്നത് 6 ക്യാച്ചാണ്. അത് ഒരു ഫീൽഡർ എന്നുള്ള രീതിയിൽ. വിക്കറ്റ് കീപ്പർമാർ എടുത്തിട്ടുണ്ട് അതിന് മുമ്പേ, പക്ഷേ ഒരു ഫീൽഡർ എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടാണ് ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ ലിസ്റ്റ് എ മാച്ചിൽ ഒരു പ്ലെയർ 6 ക്യാച്ചസ് എടുക്കുന്നത്. അത് ഈ നടന്ന വിജയ് ഹസാര ട്രോഫിയിൽ ത്രിപുരയ്ക്കെതിരെ ആയിരുന്നു ആദ്യമായിട്ട് വിഘ്നേഷ് പുത്തൂർ അതിൻ്റെ ഫസ്റ്റ് മാച്ചുമായിരുന്നു ഫീൽഡറായിട്ട് 6 ക്യാച്ചസ് എടുക്കുന്നത്. അപ്പം നമ്മൾ അത് ക്യാച്ചിൻ്റെ ഈ ഒരു റെക്കോർഡിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിന് മുമ്പേ ഈ റെക്കോർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളാരാണെന്നറിയാമോ? ലോക ക്രിക്കറ്റിലെ ലെജൻഡ്, പ്രത്യേകിച്ച് ഫീൽഡർ ലെജൻഡ് എന്ന് നമ്മൾ പറയുന്ന ജോണ്ടി റോഡ്സ്. അതും 1993 നവംബർ 14 വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യയിൽ വെച്ച് നടന്ന ഒരു മാച്ചിലാണ് ജോണ്ടി റോഡ്സ് 5 ക്യാച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു ടൂർണമെൻറ്റാണ് ഹീറോ കപ്പിൻ്റെ ഗ്രൂപ്പ് മാച്ചിലായിരുന്നു വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും കൂടെ എതിരെ നടന്ന മാച്ചിൽ ജോണ്ടി റോഡ്സ് 5 ക്യാച്ച് എടുത്തു. ആ 5 ക്യാച്ചിൻ്റെ റെക്കോർഡ് പിന്നെ 2025 ഇംഗ്ലണ്ടിൻ്റെ ഹാരി ബ്രൂക്സ് ആ റെക്കോർഡ് തകർത്തെന്ന് പറയാൻ പറ്റത്തില്ല, ആ റെക്കോർഡിനൊപ്പം എത്തി. 5 ക്യാച്ച് പുള്ളിക്കാരനും എടുത്തു. അപ്പം ഒന്നാലോചിച്ച് നോക്കിയേ, 93 റോഡ്സ് സ്ഥാപിച്ച ആ ഒരു ക്യാച്ചിൻ്റെ 5 ക്യാച്ച് എന്നുള്ള ആ റെക്കോർഡ് തകർക്കാൻ 2025 വരെ വേണ്ടി വന്നു. അത് മലയാളിയായ വിഘ്നേഷ് പുത്തൂർ നേടിത്തന്നു. അപ്പോൾ മനസ്സിലായല്ലോ ആ ഒരു റെക്കോർഡിൻ്റെ വ്യാപ്തി. കാര്യം ഇപ്പോൾ റെക്കോർഡുകളൊക്കെ ദിനം പ്രതി റെക്കോർഡുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് 32 വർഷമായിട്ട് നിലനിന്ന ഒരു റെക്കോർഡാണ്. അതും ജോണ്ടി റോഡ്സിൻ്റെ പേരിലുണ്ടായിരുന്ന ഒരു റെക്കോർഡ് നമ്മുടെ മലയാളി പയ്യൻ്റെ പേരിൽ വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലായില്ലേ? ബൈ.